സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈപ്പം ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായി DRS വിട്ട് പോകുന്നതേയില്ല. അപ്പോൾ DRSൽ കാരണം അതിന് അത്രമാത്രം കഴിവുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ കുറച്ച് ബാച്ച് അവിടെ റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഹൃദയപൂർവ്വം ലാലേട്ടൻ്റെ വളരെ മനോഹരമായ ഒരു സിനിമയാണ്. അതിൽ ലാലു ലക്സും ലാലേട്ടനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. സത്യത്തിൽ അദ്ദേഹം വളരെ തെറിവാക്ക് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്, വഴക്ക് പറയുന്നത് പോലെ പറയാണ്ട്. പക്ഷേ ലാലു ലക്സ് അത് ഡെലിവറി ചെയ്യുമ്പോൾ എന്തോ ഒരു രസം നമുക്ക് തോന്നും. കാരണം ആ സീൻ ഞാൻ പറയുന്നില്ല, നമ്മൾ കുട്ടികളത് എങ്ങനെ ചെയ്യുന്നു നമുക്കത് കാണാം. യെസ്, DRS നോളജ് സിറ്റി കഴിഞ്ഞ 2 എപ്പിസോഡുകൾ നമ്മളിവിടെ തന്നെയാണ് ചെയ്തത്. ഇനിയും നമ്മൾ കുറേ എപ്പിസോഡുകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. കാരണം അത്രമാത്രം വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. ഇനി അതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയാൻ ഈ കോളേജിൻ്റെ എല്ലാമായ വളരെ യങ്ങായ ചാമിങ്ങായ വൈബ്രൻ്റായ ഇവിടുത്തെ പ്രിൻസിപ്പൽ, കുട്ടികളെക്കാൾ എനർജിയുള്ള കുട്ടികളോടൊപ്പം നിൽക്കുന്ന പ്രിൻസിപ്പൽ, കോളേജിനോടൊപ്പം നിൽക്കുന്ന കോളേജിൻ്റെ നെടുന്തൂണായ ആ പ്രിൻസിപ്പൽ നാജിയ മാഡത്തിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മാം, കോളേജിനെ കുറിച്ചൊരു ഫ്യൂ വേർഡ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നമ്മുടെ സൂര്യ ടീമിന് ഞാൻ ഒരു നന്ദി പറയുകയാണ്. കാരണം ഞങ്ങളുടെ കുട്ടികൾക്ക് സൂര്യ കോമഡിയിലുള്ള ഇത്രയും ഒരു റീച്ചുള്ള ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ എൻ്റെ അതിയായ സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ കോളേജ് വന്നിട്ട് ഒരു പ്രൊഫഷണൽ കോളേജാണ്. ഇപ്പോൾ നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സസ് ആൻഡ് ബിസിനസ് കോഴ്സസാണ് ഇവിടെ നടക്കുന്നത്. മേ ബി ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ജോബിന് കയറാമെന്നുള്ളതാണ്. ഒരുപാട് ജോലി സാധ്യതകളുള്ള കോഴ്സസാണ് നമ്മളിവിടെ നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികൾക്കും ഒരുക്കി തന്ന സൂര്യ ടീമിനും അതുപോലെ തന്നെ ആങ്കറായിട്ടുള്ള നമ്മുടെ ഫിറോസ് ഖാൻ എൻറ്റയർ ക്രൂ മെമ്പേഴ്സിന് എൻ്റെ ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. താങ്ക് യു. ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞാനോട് വന്നപ്പം തന്നെ കേട്ടത് മറ്റേ ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് പറഞ്ഞത്, മാം നല്ല മനോഹരമായി പാടും ഡാൻസ് ചെയ്യുകയൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്കായിട്ട് ഒരു പാട്ട് പ്ലീസ്. കാറ്റോടു മേഘം മെല്ലെ ചൊല്ലി സ്നേഹാർദ്രമേതോ സ്വകാര്യം മായുന്ന സന്ധ്യേ നിന്നെ തേടി ഈറന്നിലാവിൽ പരാഗം എന്നെന്നും ഈ മടിയിലെ പൈതലായി നീ മൂളും പാട്ടിലെ പ്രണയമായി എന്നെന്നും നിൽക്കവേ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ. അല്ല, ശരിക്കും പാട്ട് പഠിച്ചിട്ടുണ്ടോ മാം? ഇല്ല, ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. ബാത്റൂം സിംഗറാണ്. പക്ഷേ ഇത് ശരിക്കും യഥാർത്ഥത്തിൽ പ്രൊഫഷൻ ഒന്ന് മാറ്റേണ്ടതുണ്ട് കേട്ടോ. ഒരു ഗായിക ആവാനുള്ള എല്ലാ അതായിരിക്കും നല്ലത്. കൊള്ളാം. എന്തായാലും വളരെ മനോഹരമായിരുന്നു. നല്ലൊരു കൈയടി ടീച്ചറിന് കൊടുക്കാം. ഇവിടുത്തെ ഒരു പ്രിൻസിപ്പൾ ഇങ്ങനെയാകുമ്പം നിങ്ങളിൽ നിന്നറിയാമല്ലോ എന്തുമാത്രം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഓക്കെ, ആദ്യം ആരാണ് വേദിയിലേക്ക് വരുന്നത്? സഫ്ന. ആരാണ് സഫ്ന? ഒരു സഫ്ന. എന്ത് സ്ക്രിപ്റ്റ് ഒന്ന് നോക്കണം? ഞാൻ ഈ പേര് ചോദിക്കുമ്പോൾ അത് സ്ക്രിപ്റ്റ് നോക്കിയിട്ടാണോ പേര് പറയുന്നത്? അതെ, ഞാൻ ഇതുവരെ ചോദിച്ചില്ല എവിടുന്ന് കിട്ടി സാധനത്തിന്. സഫ്ന, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം, അൽഹംദുലില്ലാഹ്. എവിടെയാണ് നാട്? നെല്ലിശ്ശേരി. ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? ഞാൻ റേഡിയോളജി. റെഡി, ആക്ഷൻ. ഓ അത് ശരി,
അപ്പോൾ അനാവശ്യമായി അവൻ്റെ സമയം പോയി പോയി പോയി. ഇതൊന്നും ടി വിയിൽ വരത്തില്ലല്ലോ അല്ലേ? ഓ അത് ശരി, അനാവശ്യമായി വലിഞ്ഞു കയറി വന്ന അവന്റെ വിലപ്പെട്ട സമയം കളയാറുണ്ടെന്നോ? അങ്ങനെ എന്തോ ആണ് ജേക്കബ് സാറെ പറഞ്ഞതെന്ന് തോന്നുന്നു കേട്ടോ. പട്ടി കഴിവേറിയുടെ മോനെ, എടാ ഇവള് നമ്മളെക്കാളും തറയടാ. നീ എന്താടാ വിചാരിച്ചേ? മറ്റുള്ളവരുടെ സമയം വെറുതെ സംസാരിച്ച് കളയുന്ന ഊളയാണ് ഞാനെന്നോ? നിന്റെ അമ്മായിപ്പൻ കേസിൽ കൊടുക്കി നീ ഡിപ്രഷൻ ആയിരുന്നപ്പോ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ കുട്ടീനെ. അപ്പൊ നിനക്ക് ഞാൻ നിന്റെ സമയം കളയുന്നതായിട്ടൊന്നും തോന്നിയില്ലേ? അങ്ങനെയല്ല സാർ. ഏത് നേരത്താ ദാസേട്ടാ നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്? നീ കോവിഡ് പിടിച്ച് കിടന്ന് നീ മിണ്ടരുത്. നീ കോവിഡ് സോറി പറഞ്ഞൂടെ? നീ കോവിഡ് പിടിച്ച് കിടന്നപ്പോ നിന്നെ ആശുപത്രി കൊണ്ടുപോയതും കൂട്ടിയിരുന്നതും ആരാടാ? നന്ദി കെട്ടവനെ. നിന്റെ സമയമല്ല എന്റെ സമയമാണ് കളഞ്ഞത്. എന്നിട്ട് നന്ദി കെട്ടവൻ ഞാനോ? എന്നിട്ട് എന്താ? എന്നിട്ട് ഞാൻ നേരം കൊല്ലി ഉല്ലുക്കാപ്പെട്ടെ. സോറി കേട്ടോ, നിന്നോടല്ല, ഈ തെണ്ടിനോടാ ഞാൻ പറഞ്ഞത്. അവനോട്. അപ്പൊ നാളെ പോവാണല്ലേ? ഗുഡ് നൈറ്റ്. ശരി, താങ്ക് യു. നല്ലൊരു കൈയടി കൊടുക്കുക അദ്ദേഹത്തിന്. അനക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. എന്താ മോന്റെ പേര്? അമീൻ. അമീൻ എന്നുണ്ടോ? അമീൻ എന്നേ ഉള്ളൂ. അമീൻ. 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 ആ ഓക്കെ. ഇവിടെ ഏതിനാ മുമ്പ് പഠിക്കുന്നത്? ഞാൻ OT. OT. ഓക്കെ. എവിടെയാണത്? തൊടുപുഴ. തൊടുപുഴ. അപ്പോൾ അമീൻ്റെ വക മനോഹരമായ ഒരു പാട്ട് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. മധുവർണ്ണ പൂവല്ലേ, നറുനില പൂമോളല്ലേ, മധുരപാതീനേടിൻ ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ. ആ ഓക്കെ, നന്നായി പാടി. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. എന്താണ് നമ്മളുടെ പേര്? ഫിദ. ഫിദ. എവിടെയാണ്? സോറി, സെക്കൻഡ് റേഡിയോളജി. ആ ഞാൻ നാട് എവിടാന്ന് ചോദിച്ചത്. എവിടെ സ്ഥലം എന്ന് പറഞ്ഞേ? ചെറുപ്പളശ്ശേരി. ചെറുപ്പളശ്ശേരി. ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടാവുന്നു. നാട് എവിടെയാണ്? മുക്കാല മാറഞ്ചേരി. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓ അത് ശരി, അപ്പൊ ഞാൻ നിന്നെ വിലപ്പെട്ട സമയം കളയാറുണ്ടായിരുന്നെന്ന്. മലയാള വാക്കുകൾക്ക് ഭയങ്കര റെഡി. അത് മായ്ച്ചു കളഞ്ഞു. റെഡി? നോക്ക്, നിസ്സാരമായിട്ട് തള്ളരുത്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. എന്ത് പറയണെന്ന്? ഓ അത് ശരി, അപ്പൊ ഞാൻ വലിഞ്ഞു കയറി വന്ന അവന്റെ വിലപ്പെട്ട സമയം കളയാറുണ്ടായിരുന്നെന്ന്. അങ്ങനെ എന്തോ ആണ് സാറേ ജേക്കബ് സാറേ പറഞ്ഞത്. എടാ പട്ടി കഴിവേറുടെ മോനെ, നീ എന്താടാ വിചാരിച്ചേ? ഓ അത് ശരി, അപ്പൊ ഞാൻ വലിഞ്ഞു കയറി അനാവശ്യമായി നിന്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെയാ പറയുന്നേ? അണ്ണാച്ചി ക്ഷമിക്കൂ, നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ്. അത് കേട്ടാൽ അവൻ അടിച്ചു പോകും. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. ഇങ്ങനെ തെറ്റണോ? അത് തെറ്റുമ്പോഴാണ് അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അല്ല, ഇപ്പൊ എവിടെയാണ് ഫിദ? കുഴപ്പമില്ല. നീ എന്താ വിചാരിച്ചേ? മറ്റുള്ളവരുടെ വിലപ്പെട്ട സമയം കളയുന്ന വെറും ഊളയാണ് ഞാനെന്നോ? അല്ല, അങ്ങനെയല്ല. മിണ്ടരുത് നീ. വേറൊന്നുണ്ട്. സുഖതോ. നിന്റെ അമ്മായിപ്പ കള്ളക്കേസി കൊടുത്തിയപ്പോ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ കൂട്ടിനിരിക്കാൻ. കോവിഡ് കിടന്ന് നീ കിടന്നപ്പോഴും അതെന്താണ് അതിനൊരു മീനിങ്? എനിക്ക് മനസ്സിലാവുന്നില്ല. കോവിഡ് കിടന്ന് നീ ആശുപത്രി കിടന്നപ്പോഴും ഞാനേ കോവിഡ് പിടിച്ച് നീ കിടന്നു, ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ആശുപത്രി കിടക്കാൻ. ഒരാൾക്ക് കോവിഡ് പിടിച്ചു, പക്ഷെ കിടക്കുന്ന ഞാനാണ്. ഓക്കെ, പോട്ട്, കുഴപ്പമില്ല. എന്നാലും പഹയ മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. നിന്റെ സമയമല്ല പോയത്, എന്റെ സമയം പോയത്. എന്നിട്ടിപ്പോ ഞാൻ എന്നിട്ടിപ്പോ ഞാൻ നേരം പുള്ളി കൊല്ലി ഉരുക്കമ്പട്ടെ. സോറി, ഉരുക്കമ്പട്ടെ. ഉരുക്കം പട്ടയൊന്ന് ഉല്ലൂക്കപ്പട്ടെ. സോറി, സന്ദീപിനോടല്ല, ആളോട്. നാളെ പോണോ? അപ്പൊ ഓക്കെ, ശരി. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ. ഭീകരനാണോ? ഭീകരൻ, കൊട്ടും ഭീകരൻ. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെയൊക്കെ പെർഫോമൻസ്? നല്ലതായിരുന്നു. നല്ല എൻജോയ് ഞാൻ കണ്ടായിരുന്നു. എന്താ പേര്? ഷാന.
ഷാന എവിടെയാണ് സ്ഥലം? വടകര. ഇവിടെ ഏതിനാണ്? റേഡിയോളജി. ഓക്കെ, തുടങ്ങിയാലോ? പാട്ട് പാടുമോ ഷാന? എന്നാ തുടങ്ങിക്കോ. ആക്ഷൻ. പാട്ട് പാടാനല്ല പറഞ്ഞ ഇങ്ങനൊക്കെ വോയിസ് ഒക്കെ എടുക്കുന്നത്. അഭിപ്രായം ചോദിച്ചില്ല. ഓ അത് ശരി, അപ്പം ഞാൻ അനാവശ്യമായി. ഓ അത് ശരി, അപ്പം ഞാൻ അനാവശ്യമായി വലിഞ്ഞു കയറി വന്ന് അവൻ്റെ സമയം കളയാറുണ്ടായിരുന്നെന്നോ? അല്ല, അങ്ങനെ എന്തോ ആണ് ജേക്കബ് സാറേ അദ്ദേഹം പറഞ്ഞത്. പട്ടി കഴിവേറിയുടെ മോനെ. ക്യാമറ നോക്കി പറ, എന്റെ മുഖത്ത് നോക്കി അല്ല കേട്ടോ. എനിക്കിത് വരണം. എന്റെയും ചൊവ്വാദോഷം കൊണ്ടാണല്ലോ ഞാൻ ഇതുപോലെ ഓരോന്ന് കേൾക്കണത്. നീ എന്താടാ വിചാരിച്ചേ? മറ്റുള്ളവരുടെ സമയം വെറുതെ സംസാരിച്ച് കളയുന്ന ഓളെയാണ് ഞാനെന്നോ? നിന്റെ അമ്മായിയപ്പൻ കേസിൽ കുടുങ്ങി നീ ഡിപ്രഷൻ ആയിരുന്നപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് കമ്പനി തരാൻ. അപ്പം നിന്റെ സമയം കളഞ്ഞതായിട്ടൊന്നും നിനക്ക് തോന്നിയിട്ടില്ലല്ലോ. അങ്ങനെയല്ല സാർ. നീ മിണ്ടരുത്. നീ കോവിഡ് പിടിച്ച് പനി പിടിച്ച് കിടന്നപ്പോൾ നീ കോവിഡ് വന്ന് പനി പിടിച്ച് കിടന്നപ്പോൾ ആശുപത്രി കൊണ്ടുപോകാനും കൂട്ടിയിരിക്കാനും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ സമയം അല്ല, നിന്റെ സമയം ഞാനല്ല, എന്റെ സമയം നീയാ കളഞ്ഞത്. നിന്റെ സമയമല്ല, എന്റെ സമയം നീയാ കളഞ്ഞത്. എന്നിട്ടിപ്പൊ ഞാൻ നേരം കൊല്ലി. നേരം കൊല്ലി ഉല്ലൂക്കപ്പെട്ടെ. സോറി കേട്ടോ. അല്ല മറ്റെന്താണ് വേണ്ട. ഇതാണ് നിനക്കുള്ള കുഴപ്പം. സോറി കേട്ടോ, സന്ദീപിനോടല്ല ആ തെണ്ടിയോടാണ്. സന്ദീപ് ഞാനാ. സോറി. എല്ലാം എന്നെ മുഖത്ത് പറഞ്ഞിട്ട് അവിടെ നോക്കിയിട്ട് സന്ദീപിനോടല്ലെന്ന്. നാളെ അല്ലേ പോന്നെ? അതെ, ഇപ്പം പോയിട്ട് എന്ത് കാര്യം. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പറഞ്ഞേ പേര്? സാന്ദ്ര. ഓ, ഇത്ര ദയനീയമായിട്ട് ഒരാൾ പേര് പറഞ്ഞത് ആദ്യമായിട്ട് കേൾക്കും. എവിടെയാണ് നാട്? ആലപ്പുഴ. ആലപ്പുഴ എവിടെ? ഹരിപ്പാട്. ഓക്കെ. ഇവിടെ ഏത് നമ്മൾ പഠിക്കുന്നത്? DT. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനമ്മ ഞാനും. ഓക്കെ, തുടങ്ങിയാലോ? എന്തെന്നോ പാട്ട് പാടുവോ? ഇല്ല. എന്നാ ശരി, റെഡി? 1 2 3 സ്റ്റാർട്ട്. അത് ശരി, അപ്പൊ ഞാൻ അനാവശ്യമായി വലിഞ്ഞു കയറി. അയ്യോ, ഇത് കേട്ടാൽ ഞാൻ കരയും കേട്ടോ. ഇത്തിരി ഇതായിട്ട് പറയാം, എനർജി വേണ്ടേ? അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യാതാകത്ത് പോയി തടിയാണെങ്കിൽ എന്തെങ്കിലും എടുത്ത് കഴിക്ക്. ഇങ്ങോട്ട് പോരട്ടെ. അത് ശരി, അപ്പൊ കുഴപ്പമില്ല, പറഞ്ഞോ. അത് ശരി, അപ്പൊ ഞാൻ അനാവശ്യമായി വലിഞ്ഞു കയറി വന്ന്. അയ്യോ, എന്താ പാപ്പാ? എനിക്കൊന്നുമില്ല. നിന്റെ വിലപ്പെട്ട സമയം കളയാറുണ്ടെന്നാണോ? അങ്ങനെ ഏതാണ്ടാണ് ജേക്കബ് സാറെ പറഞ്ഞത്. പട്ടിക്കഴിവരുടെ മോൻ. അയ്യോ, അടുത്ത് എന്ത് ക്ലിയർ ആയിട്ട് പറയുന്നത്, അങ്ങോട്ട് നോക്കി പറ. ഇത്രയും പക്വത ശുഷ്കാന്തിയുള്ള ഒരു പെങ്കൊച്ചിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പട്ടിക്കഴിവരുടെ മോനെ, നീ എന്താടാ വിചാരിച്ചേ? മറ്റുള്ളവരുടെ സമയം സംസാരിച്ച് കളയുന്ന വെറും ഒരു ഊളയാണ് ഞാനെന്നോ? നിന്റെ അമ്മായിയപ്പൻ കേസിൽ കുടുങ്ങി നീ ഡിപ്രഷൻ അടിച്ച് കിടന്നപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ കമ്പനി തരാൻ. നിന്റെ സമയമല്ല, എന്റെ സമയമാണ്. എന്താണ് ഈശ്വര എന്റെ സർവീസ് തന്നത്? അപ്പൊ നിന്റെ സമയം കളയുന്നതായി തോന്നിയിട്ടില്ലേ? എന്താ സാർ ഇങ്ങനൊക്കെ? മിണ്ടരുത് നീ. എന്ത് പിടിച്ചു കിടക്കുമ്പോൾ കൊതുക് കടിച്ചെന്നു? അല്ല, എനിക്കറിയാം. നീ കോവിഡ് കടിച്ചെന്ന്? ഭീകരം, ഭയാനകം. നീ കോവിഡ് എടുത്ത് ഹോസ്പിറ്റലിൽ ആശുപത്രി കിടന്നപ്പോൾ കൂട്ടിരിക്കാൻ ഞാനേ ഉണ്ടായിരുന്നു. അതെ. നിന്റെ സമയമല്ല, എന്റെ സമയമാ പോയത്. ഉല്ലുക്കപ്പെട്ടെ. ഉല്ലുക്കപ്പെട്ടെ. സോറി, നിന്നോടല്ല, ആ സന്ദീപിനോടാണ്. സോറി കേട്ടോ, സന്ദീപിനോടല്ല, ഈ തെണ്ടിയോടാണ്. ഇത്ര സോഫ്റ്റ് ആയിട്ട് ദയനീയമായിട്ട് തെറി വിളിക്കുന്ന ആദ്യമായിട്ട് കാണുകയും. ഓക്കെ, താങ്ക് യു. എന്താണ് പേര്? സഫ. സഫ. നാടോടെ? കണ്ണൂർ. ഏതിനാ പഠിക്കുന്നത്? ഏതിനാ പഠിക്കുന്നത്? ഞാൻ ഏതിനാ പഠിക്കുന്നത്? ഞാൻ 2ാം ക്ലാസ്സിലാണ്. എന്നാ ശരി, നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ. പാട്ട് പാടുവോ? ഇല്ല. കണ്ണൂരിൻ്റെതായ ഒരു പാട്ട്. കണ്ണൂരിലെ പെൺപിള്ളാരെ കണ്ടിക്ക, അതറിയോ? ഇല്ല. അപ്പൊ റെഡി, ആക്ഷൻ. അത് ശരി, അനാവശ്യമായി വെളിഞ്ഞു കയറി വന്നെന്നാണ് നീ പറയുന്നത്? താൻ എന്ത് പാടോ ഈ പറയുന്നത്? തനിക്കൊരു ചുക്കും അറിയത്തില്ല. അത് ശരി, അനാവശ്യമായി വലിഞ്ഞു കയറി വന്ന് നിന്റെ വിലപ്പെട്ടമായ സമയം കളഞ്ഞു. അവന്റെ വിലപ്പെട്ട സമയം കളഞ്ഞു എന്നാണ് പറയുന്നത്? അങ്ങനെ പട്ടി കഴിവേരുടെ മോനെ, നീ എന്താടാ വിചാരിച്ചേ?
മറ്റുള്ളവരുടെ സമയം വെറുതെ കളയുന്ന ഊളയാണെന്നാണ് ഞാൻ എന്ന് വിചാരിച്ചത്. എനിക്ക് നിന്റെ കാര്യം ഓർക്കുമ്പോ വിഷമമുണ്ട്. ഊളയാണെന്നാണോ നീ വിചാരിച്ചത്? നിന്റെ അമ്മായിയപ്പൻ കേസിൽ കുടുക്കിയപ്പോഴും നിനക്ക് കൂട്ടിരുന്നത്, ഡിപ്രഷൻ അടിച്ച് കിടന്നപ്പോൾ കൂട്ടിരുന്നതും കമ്പനി തന്നത് ഞാൻ. ശരിയാണ്, അങ്ങനെ അല്ല സാറേ. നീ മിണ്ടരുത്. നീ കോവിഡ് വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയതും കൂട്ടിരുന്നതും ഞാനാണ്. അപ്പൊ എന്റെ സമയമാണടാ പോയത്, നിന്റെ സമയമല്ല. ഉല്ലൂക്ക പട്ട ഉല്ലൂക്ക പട്ടേ. സോറി, സന്ദീപിനോടല്ല, ഇയാളോടാണ് പറഞ്ഞത്. നാളെ പോവല്ലേ? അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. സംഭവം കിട്ടിക്കിട്ടുണ്ട്. സൂപ്പർ. എന്താണ് പേര്? സൽമാൻ ഖാനെ പക്ഷേ കണ്ടാൽ മറ്റേ ജാക്കി ഷ്രഫിൻ്റെ മകൻ ടൈഗർ ഷ്രഫിൻ്റെ ആണെങ്കിലുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത്? അങ്ങനെ പറഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ, താങ്ക് യു. എവിടെയാണ്? നാട് എവിടെയാണ്? എറണാകുളത്താണ്. മൂവാറ്റുപുഴയാണ്. ഓക്കെ. ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? ഞാൻ OTI നെറ്റി. ഓക്കെ, തുടങ്ങാം. റെഡി, ആക്ഷൻ. ഓ, അത് ശരി. അപ്പം ഞാൻ നിന്റെ വിലപ്പെട്ട സമയം കളയായിരുന്നല്ലേ? എന്ത് വട്ടാണോ എനിക്ക്? ഓ, അപ്പം ഞാൻ അവൻ്റെ വിലപ്പെട്ട സമയം കളയായിരുന്നെന്ന് അല്ലേ? അങ്ങനെ ഏതാണ്ടാണ് ജേക്കബ് സാറേ. ഓ, പട്ടി കഴിവേറിയുടെ മോനെ. നീ എന്താടാ വിചാരിച്ചത്? മറ്റുള്ളവരുടെ സമയം കളയുന്ന വെറും ഒരു ഊളയാണോ ഞാനെന്നോ? നിന്റെ അമ്മായിയപ്പൻ കേസിൽ കുടുക്കി നിന്റെ ഡിപ്രഷൻ അടിച്ചിരുന്നപ്പോൾ കമ്പനിക്ക് ഞാനേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നിന്റെ സമയം കളഞ്ഞായിട്ടൊന്നും നിനക്ക് തോന്നിയിട്ടില്ലല്ലോ. കരുതണ്ട സാറേ. മിണ്ടരുത് നീ. നീ കോവിഡ് പിടിച്ച് കിടന്നപ്പോൾ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും കൂട്ടിനിരിക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും കൂട്ടിനിരിക്കാനും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. നന്ദി കേട്ടവനെ. കരുതണ്ട സാറേ. നിന്റെ സമയം ഞാനല്ല കളഞ്ഞത്. എന്റെ സമയം നീയല്ല കളഞ്ഞ. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? നീയാണ് എന്റെ സമയം കളയുന്നത്. സത്യത്തിലാണോ? ആണോ? ഉറപ്പാണോ? ഉറപ്പിക്കാവോ? നീയാണ് എന്റെ സമയം കളയുന്നത്. എന്നിട്ടിപ്പോ ഞാനൊരു സമയം കൊല്ലി ഉല്ലൂക്ക പട്ടേ. ഇവിടാണ് നീ പറയരുതെന്ന് വരുന്നത് അല്ലേ? സോറി കേട്ടോ, സന്ദീപിനോടല്ല, അവനോടാണ് ഞാൻ പറഞ്ഞത്. എല്ലാം എന്നെ തന്നെ കൊണ്ട് കാണിക്കുവാണ്. നാളെയാണല്ലേ പോണേ? നീ ഇപ്പൊ പോകുന്നില്ലേ? ഓ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. DRS നോളജ് സിറ്റി, ചങ്ങരംകുളം, മലപ്പുറം. തൽക്കാലം നമ്മളിവിടെ വിട പറയുകയാണ്. സമയമായിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വിട്ടു പോകുന്നില്ല. സോ ഗുഡ് ബൈ.